ഹായ്, റീൻസ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ എന്തെന്നായാലും സോപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ എന്തായാലും കാണാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ കാണും. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാൻഡ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹോം മെയ്ഡ് ഹാൻഡ് വാഷ്. ഓക്കെ, അപ്പോൾ അതിന് എന്ത് വേണം? നമ്മൾ ഈ ചെറിയ ചെറിയ സോപ്പുകൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പീസ് ആക്കി എടുത്താലും മതി, ഗ്രേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല പോലെ ഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ നമുക്കൊരു മിക്സിയിലെ ജാറിലിട്ടിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് അധികം ചൂട് പറ്റില്ല, മിക്സിയിൽ ജാറിൽ അധികം ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ള ചൂടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. അപ്പോൾ ഞാനിത് ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല പോലെ അരച്ചതിന് ശേഷം എനിക്കിതാ കണ്ടോ. ഇനി നമുക്ക് ഇതിൽ എന്ത് ചേർക്കാം? നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറ്റാർ വാഴയുടെ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ഇതിലേക്ക് ഇതുണ്ടോ, ഇതിൻ്റെ ജെല്ല് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഡെറ്റോൾ 1 ടീസ്പൂൺ മാത്രം ഒഴിച്ചാൽ മതിയാകും. പിന്നെ ഞാനിതിൽ കറ്റാർ വാഴ ചേർത്തിരിക്കുന്നത് കൈക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല പോലെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ചേർക്കാൻ പോകുന്നത് ഒരു പൊടിക്ക് മാത്രം മഞ്ഞൾപ്പൊടി, ഇത്രയേ ചേർക്കാവൂ. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നത് കാണിച്ചത്. അതാണ് നല്ലത്, ഓരോന്നിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് വെച്ചിട്ട് കൈക്ക് മഞ്ഞ കളറൊന്നും വരില്ല, അതാണ് ഒരു പൊടിക്കിട്ടത്. മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഹാൻഡ് വാഷ് ഇല്ലാതെ എന്തായാലും പറ്റില്ല. അപ്പോൾ എൻ്റെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബോട്ടിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതൊരു ഒഴിഞ്ഞ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. അത് നമുക്കൊരു ഫണൽ വെച്ചിട്ട് നമുക്കത് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ബോട്ടിൽ ഫുള്ളായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കൈ കഴുകുന്നത് അതില്ലേ, ഞാൻ ഈ ഹാൻഡ് വാഷ് ഉപയോഗിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഫീലിങ്സ് തന്നെ എനിക്ക് വന്നു. പിന്നെ ഡെറ്റോളിൻ്റെ മണമാണ് കൂടുതലായിട്ടുള്ളത്. മഞ്ഞൾ ഇട്ടെന്ന് വിചാരിച്ചിട്ട് മഞ്ഞളുടെ കളർ വന്നിട്ടൊന്നുമില്ല, അത് പേടിക്കേ വേണ്ട. മഞ്ഞൾ വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. നമ്മൾ ഈ സോപ്പ് പീസുകളിൽ നമ്മളെ എന്താ പറയുക, തുണി കഴുകുന്ന സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ബാത്ത് സോപ്പ് മാത്രമേ പാടുള്ളൂ, നമ്മൾ കുളിക്കുന്ന സോപ്പ്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ വീടുകളിൽ ഈ ചെറിയ ചെറിയ സോപ്പിൻ്റെ പീസുകൾ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തിനേലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.